Hello everyone, this is me Shamlal and welcome to my channel. ഞാൻ ഇന്നലെ കണ്ടു അതിരടി ഈസ് കംപ്ലീറ്റ്ലി അടിപൊളിയാണ്. ഡോക്ടർ അനന്തു ആൻഡ് ബേസിൽ ജോസഫിൻ്റെ ബാനറിൽ അരുൺ അനിരുദ്ധൻ സംവിധാനം ചെയ്യുന്നതാണ് അതിരടി. ഒരു കംപ്ലീറ്റ്ലി എൻ്റർടൈൻമെൻറ്റ് പാക്കേജാണ്, എല്ലാം ഉള്ളത്. അതായത് കോമഡി, റൊമാൻസ്, ആക്ഷന്, ഇമോഷൻസ് എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമാണ് അതിരടി. ഇതിൽ ഒരു കോർ സബ്ജക്റ്റ് ഒരു മ്യൂസിക്, പിന്നെ ഒരു കോളേജിൽ നടക്കുന്ന ഫെസ്റ്റ്, പിന്നെ അതിലെ കുറേ ക്യാരക്ടേഴ്സ്. ബേസിൽ ജോസഫ് ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആയിട്ട് വളരെ കൺവിൻസിങ് ആയിട്ട് പുള്ളി ശരിക്കും ഒരു ട്വൻറ്റീസിൽ ഉള്ളൊരു പയ്യൻ്റെ മാതിരി തന്നെ നമുക്ക് തോന്നുന്നുണ്ട്. ഓൾറെഡി ആ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷനൊക്കെ നമ്മൾ കണ്ട് അത് ഭയങ്കര പോപ്പുലറായിട്ടിരിക്കുക. അപ്പോൾ അതിന് ഭയങ്കര കൊടുക്കേണ്ടതാണ്. വെറുതെ ഒരു ക്ലീൻ ഷേവ് ചെയ്ത് അങ്ങനെ ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആണെന്ന് പറയുന്നതിനെക്കാട്ടിലും വളരെ കൺവിൻസിങ് ആയിട്ട് ഫുൾ ബോഡി എല്ലാം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇൻ്റർവ്യൂസൊക്കെ അടിപൊളിയായിരുന്നു. പ്രൊമോഷനിൽ ഇവർ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അതെല്ലാം ഈ പടത്തിലാണ്. അപ്പോൾ അതുപോലെയാണ് ബേസിൻ്റെ ഒരു ഫൺ സൈഡ് നമ്മളെല്ലാം ഉണ്ട്. അതിൻ്റെ ഇടയിൽ ആ ക്യാരക്ടറൊക്കെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് വളരെ ആ രീതിയിൽ നമുക്ക് ക്യാരക്ടർ കിട്ടും. പക്ഷേ ടോവിനോ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ടോവിനോയുടെ ഒരു പെർഫോമൻസാണ് ഇത്. അപ്പം അതിനകത്തൊരു ട്രെയിലറിലൊക്കെ നമ്മൾ കണ്ട പോലെ ഒരു നേരത്തെ ഗുണ്ടയായിരുന്ന ഒരാൾ ഒരു ഫാമിലി മാനായിട്ട് മാറി മ്യൂസിക്കുമായിട്ട് കുറച്ച് ബന്ധപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഈ ഒരു കോളേജിൽ നടക്കുന്ന ഫെസ്റ്റ് ഓപ്പോസിറ്റായിട്ട് ടോവിനോ അവരുടെ ടീംസൊക്കെ ഉണ്ട്. ഇവർ തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷ് എങ്ങനെ വരുന്നു, ഇതൊക്കെയാണ് സിനിമയുടെ ഒരു പ്ലോട്ടായിട്ട് വരുന്നത്. അതിൽ നമ്മൾ പറയേണ്ടത് വിനീസ് ശ്രീനിവാസൻ്റെ ക്യാരക്ടർ, ഷാൻറമുണ്ട്, ഇതൊക്കെ ക്യാരക്ടർ എന്താണ് എന്ന് പടം കാണണം. പിന്നെ അത് വളരെയധികം എൻജോയ് ചെയ്യും. പിന്നെ മ്യൂസിക് ഇത് പോരാട്ടാനുള്ള സബ്ജക്റ്റാണെന്ന് പറഞ്ഞാൽ റിപ്പീറ്റായിട്ട് ഇങ്ങനെ കേൾക്കണം എന്നൊന്നും മ്യൂസിക്കൊന്നുമില്ല. പക്ഷേ അതിനെയൊക്കെ കവർ ചെയ്യുന്ന തരത്തിലുള്ള വളരെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള കുറേ കോമഡി സാധനങ്ങളാണ് കിട്ടുന്നത്. വളരെ അറ്റൻഷൻ സ്പാന് വളരെ കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു 2-2.5 മണിക്കൂറുള്ള ഒരു നമ്മുടെ ഗ്രിപ്പിംഗ് ആയിട്ട് വളരെ എൻ്റർടൈൻമെൻറ്റായിട്ട് പിടിച്ചു നിൽക്കണമെന്ന് പറഞ്ഞാൽ വളരെ ക്രെഡിറ്റ് കൊടുക്കാറുണ്ട്. അത് ഈ ഡയറക്ടർ അരുൺ അനിരുദ്ധൻ പിന്നെ പോർഷൻ എന്ന് പറയുന്ന 2 സ്ക്രിപ്റ്റ് റൈറ്റേഴ്സുകളാണ് ഇതിലുള്ളത്. അവർക്ക് നല്ലൊരു ക്രെഡിറ്റ് നമ്മൾ കൊടുക്കുന്നു. പിന്നെ പറയേണ്ടത് ഒരു ക്യാമിയോ ഉണ്ട്. അത് ആരെ കൊണ്ടാണോ ഇപ്പോൾ ക്യാമിയോ ചെയ്യിപ്പിക്കുന്നത് അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചു. എന്തോ ഭാഗ്യത്തിന് ഇത് ഇൻസ്റ്റാഗ്രാമിൽ വേറെ യൂട്യൂബിലൊക്കെ വൈറലാകുന്നതിന് മുമ്പ് എനിക്കത് കാണാൻ പറ്റി. പ്ലീസ് അങ്ങനെ ആരും ഷൂട്ട് ചെയ്ത് അവിടെ എവിടെ നീട്ടായിരുന്നു. അത് തിയേറ്ററിലെ ആൾക്കാർ എൻജോയ് ചെയ്യട്ടെ അല്ലേ, അതല്ലേ അതിൻ്റെ ഒരു അപ്പോൾ അത് ഭയങ്കര തിയേറ്റർ വളരെ ചാർജ് ആയിട്ടുള്ള നിൽക്കുന്ന തിയേറ്ററിന് ഒന്നുകൂടെ ചാർജ് ആക്കിയിട്ട് ക്യാമിയോ ആണ്. അത് ശരിക്കും ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതെല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ നല്ല ക്യാമറ വർക്ക്സാണ്, നല്ല എഡിറ്റിംഗാണ്. ഇത് കംപ്ലീറ്റ് ചക്കമാണ് എഡിറ്റിംഗ് കിട്ടില്ല. പിന്നെ DOP ആണെങ്കിൽ സാമുവൽ ഹെൻറി എന്ന് പറയുന്ന സൂപ്പറാണ്. കോ പ്രൊഡക്ഷൻ ഉണ്ട്, സമീപായാലും പ്രൊമോഷൻ്റെ പ്രൊഡ്യൂസറായിട്ടുണ്ട്. പിന്നെ വളരെ റിയ ഷെലൂനും പുള്ളിയുടെ ക്യാരക്ടർ തന്നെയാണോ അത് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വിഷ്ണു അഗസ്ത്യയുടെ ക്യാരക്ടർ വളരെ ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ്. ബേസിലിൻ്റെ ഒരു ബ്രദറാണ്. ആ ഒരു ഓവർ ദ ടോപ്പ് കൊമേഴ്ഷ്യൽ സൈഡിൽ നിന്ന് കുറച്ചുകൂടെ വേറിട്ട് നിൽക്കുന്ന വളരെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. നിദർശന രാജ്യത്തിലുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് ഇത് കംപ്ലീറ്റ്ലി എന്നെ സാറ്റിസ്ഫൈ ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് പേരെ സാറ്റിസ്ഫൈ ചെയ്ത ഒരു പടമായിരിക്കും. ഇനി ഇതുപോലത്തെ പടങ്ങളൊക്കെ എൻജോയ് ചെയ്തിട്ട് ഓവർ ദ ടോപ്പ് നല്ല എൻ്റർടൈൻമെൻറ്റ് അതിരടി അടിപൊളി.